ഗുഡ് മോർണിംഗ് എല്ലാവർക്കും. എൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാനിപ്പോൾ നിങ്ങൾക്കെല്ലാവർക്കും അറിയണ പോലെ സാംഗ്രിയിലാണ് നിൽക്കുന്നത്. സാംഗ്രിയിൽ നിന്ന് 3 കിലോമീറ്റർ മുമ്പായിട്ടാണ് ഞാൻ നിൽക്കുന്നത്. ഇപ്പോൾ ഞങ്ങൾ ജുദാക്ക തലാബിലേക്ക് പോകാനുള്ള പുറപ്പാടിലാണ്. അപ്പോൾ ഇപ്പോൾ ഉള്ളത് ഒരു സാധാരണ ഒരു ടീ ഹൗസ് പോലെ ഇരിക്കുന്ന ഒരു സ്ഥലത്താണ്. അപ്പോൾ ഇവിടെ നിന്ന് ഏകദേശം 9100 ഫീറ്റിലാണ് ഞങ്ങൾക്ക് ഇന്ന് എത്തേണ്ടത്. അപ്പോൾ ഏകദേശം 4 കിലോമീറ്റർ ട്രക്കിംഗ് ആണ്. 4 കിലോമീറ്റർ വലിയ ബുദ്ധിമുട്ടുള്ളതായിരിക്കാൻ വഴിയില്ല. ഏകദേശം 2:30 ഏകദേശം അവിടെ എത്തുന്നതാണ്. അതിൻ്റെ പുറയിൽ നിങ്ങൾക്ക് കാണാം ഫുൾ മൗണ്ടെയ്ൻസാണ് ഇവിടെ. കണ്ടോ, സൂപ്പറാണ്, ക്ലൈമറ്റും സൂപ്പറാണ്. ഞാൻ രാവിലെ ഒന്ന് കുളിച്ചു. നല്ല തണുപ്പായിരുന്നു. രാവിലെ നന്നായിട്ടൊന്ന് കുളിച്ച്, കാരണം പുതിയ ഉടുപ്പിടുന്നതാണ്. ഇനി ഇവിടെ നിന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ കുളിക്കാൻ പറ്റില്ല. അപ്പോൾ ഇനി ഏതായാലും 3 ദിവസത്തേക്ക് കുളിക്കാൻ പറ്റില്ല. അപ്പോൾ അതുകൊണ്ട് ഇപ്പോൾ തന്നെ ഒന്ന് കുളിച്ച് 2-ന് പോയി എല്ലാ കാര്യവും സാധിച്ചു. അപ്പോൾ ഇനി ബ്രേക്ക്ഫാസ്റ്റ് റെഡി ആയിട്ടില്ല, അതിനുവേണ്ടി വെയിറ്റ് ചെയ്യണമാണ്. ബ്രേക്ക്ഫാസ്റ്റ് ശേഷം ഇവിടെ നിന്ന് നമ്മളുടെ ഡ്രൈവർ നേരെ സാംഗ്രിയിലെത്തിക്കും. അവിടെ നിന്നാണ് നമുക്ക് ട്രക്കിങ് സ്റ്റാർട്ട് ചെയ്യേണ്ടത്. എന്തായാലും വേറെ ബുദ്ധിമുട്ടൊന്നും ഉണ്ടാവില്ല എന്ന് വിചാരിക്കണം. ആകെ 4 കിലോമീറ്റർ ഉള്ളൂ, വലിയ ബുദ്ധിമുട്ടില്ല. അപ്പോൾ മഞ്ഞുവീഴ്ച ഉണ്ടാവാൻ നമുക്ക് പറയാൻ പറ്റില്ല, പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല. ഗൂഗിൾ പറയണ ഇന്ന് ചെറിയ മഞ്ഞുവീഴ്ചയും ചെറിയ പൊടിമഴയും ഉണ്ടാവുന്നതാണ്. അപ്പോൾ നമുക്ക് പോയാലേ അറിയാൻ കഴിയുള്ളൂ. എന്തായാലും അങ്ങോട്ടൊന്ന് പോയി നോക്കാം. അപ്പോൾ ഞങ്ങൾ സാധനങ്ങളെല്ലാം പാക്ക് ചെയ്ത് സെറ്റായി. ആവശ്യമുള്ള സാധനങ്ങൾ മാത്രമായിട്ട്, ആവശ്യമുള്ളത് തന്നെയാണ് കൂടുതലും, എന്നാലും ആവശ്യമുള്ള സാധനങ്ങളായിട്ട് ഞങ്ങളിതേ കയറാണ്. ഷാമ് മുമ്പിലുണ്ട്. നേരെ വണ്ടിയിൽ സാംഗ്രിക്കാണ് ഇപ്പോൾ പോണത്. പറഞ്ഞ പോലെ 9100 ഫീറ്റിലാണ് ഇപ്പോൾ ഇറങ്ങണത്. എന്തായാലും സാംഗ്രി എത്തിയിട്ട് കുറച്ച് സാധനങ്ങൾ, ടോർച്ച് അങ്ങനത്തെ കുറച്ച് സാധനങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അത് അവരിൽ നിന്ന് വാങ്ങിക്കണം. അത്യാവശ്യം നല്ല തണുപ്പുണ്ട്, കുഴപ്പമില്ല. എന്നാലും കുറച്ച് കഴിയുമ്പോൾ തണുപ്പ് കൂടി വരും. അപ്പോൾ ഫുൾ സെറ്റാക്കിയാണ് ഇറങ്ങണത് ഇവിടെ നിന്ന് തന്നെ. അപ്പോൾ നേരെ സാംഗ്രിക്ക്. അപ്പോൾ ഞങ്ങൾ സാംഗ്രി വില്ലേജും കഴിഞ്ഞിട്ട് മുന്നോട്ട് നടന്നുകൊണ്ടിരിക്കണം കേട്ടോ. ഇതാണ് നമ്മളുടെ ട്രക്കിംഗ് പോയിൻ്റ്, സ്റ്റാർട്ട് ചെയ്യുന്ന പോയിൻ്റ്. ഇവിടെ എന്തോ എഴുതി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഏകദേശം 4 കിലോമീറ്ററാണ് ഇന്ന് നമുക്ക് ട്രക്ക് ചെയ്യേണ്ടത്. ഇതെല്ലാവരും റെഡി ആയിക്കൊണ്ടിരിക്കണം. കുറേ ആളുകൾ അവിടെ നിന്ന് വരുന്നുണ്ട് ട്രക്ക് ചെയ്യാൻ വേണ്ടി. ഷാമുണ്ട്, ടീമുണ്ട്. നമ്മുടെ കൂട്ടത്തിൽ 2-3 മലയാളീസ് വേറെ ഉണ്ട് കേട്ടോ. ഇതൊക്കെ മലയാളീസാണ്. പേരെന്താണ്? പേര് ജുനൈദ്, മലപ്പുറം, പാലക്കാട്. അപ്പോൾ ഇവരെ നമ്മൾക്ക് കിട്ടിയാണ്. ഈ ടീമിൻ്റെ ഒപ്പം തന്നെ ജോയിൻ ചെയ്തവരാണ്. അപ്പോൾ എന്തായാലും നമുക്ക് ട്രക്കിങ് ഏതായാലും സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ, ഇങ്ങോട്ടാണ് പോകേണ്ടത്. നമുക്ക് ഈ വഴിക്ക് നല്ല സ്റ്റീപ്പായിട്ടുള്ള ഒരു ട്രക്കിംഗ് ആയിരിക്കും ഇന്നത്തെ. ഓക്കെ, ഏതായാലും ലെറ്റ് സ്റ്റാർട്ട്. ട്രക്കിങ് സ്റ്റാർട്ട് ചെയ്തു. അത്യാവശ്യം നല്ല സ്റ്റീപ്പാണ്. ഓരോരുത്തർ ഏകദേശം 27 പേരുടെ ടീമാണ് നമ്മൾ ട്രക്ക് ചെയ്യുന്നത്. അങ്ങോട്ട് ഓരോരുത്തരുണ്ട്, ബാക്കിലുമുണ്ട് നമ്മുടെ മല്ലൂസ്. എന്തായാലും ഇത് കുറച്ച് കഠിനമാണ്, സ്റ്റാർട്ടിങ് കഠിനമാണ്. പക്ഷേ പോകുന്തോറും നമുക്ക് ആ ബുദ്ധിമുട്ടുകൾ കുറഞ്ഞു വരും. ഏകദേശം 4 കിലോമീറ്റർ അത്ര വലിയ ബുദ്ധിമുട്ടുള്ള കിലോമീറ്റർ ഒന്നുമല്ല. എന്തായാലും നമുക്ക് മുന്നോട്ട് പോവാം. ഞങ്ങളിവിടെ റെസ്റ്റ് എടുത്തുകൊണ്ടിരിക്കുകയാണ്. അധികം കയറിയിട്ടൊന്നുമില്ല, ഒരു 200 മീറ്റർ കയറിയിട്ടുള്ളൂ. എല്ലാവരും റെസ്റ്റ് എടുത്തുകൊണ്ടിരിക്കുകയാണ്. ഏകദേശം 27 പേരുടെ ടീമാണ് ഞങ്ങൾ. അതിന് അവരിട്ട പേര് സാർ ടീം എന്നാണ് അവരിട്ട് പേര്. അപ്പോൾ എവിടെയെങ്കിലും വെച്ച് മിസ്സായി കഴിഞ്ഞ് കഴിഞ്ഞാൽ ആളുകളുടെ അടുത്ത് പറഞ്ഞാൽ മതി, സാർ ടീം. സൈന, ഇതാണ് നമ്മുടെ ഗൈഡ്. ഹായ്, ദിസ് ഈസ് അവർ ഗൈഡ്. സോ വാട്ട്സ് യുവർ നെയിം? സുധീർ. ഓക്കെ, അപ്പോൾ ആള് എല്ലാ ഇൻഫർമേഷൻസും പാസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അധികം വെള്ളം കുടിക്കേണ്ടെന്നാണ് പറഞ്ഞത്. സബ്മിറ്റിലേക്ക് എത്താൻ പറ്റില്ല, പക്ഷേ ആവശ്യത്തിന് നമുക്ക് കുടിക്കുകയും ചെയ്യാം. അങ്ങനെ നമ്മുടെ ടീമുണ്ട്. കയറി പറഞ്ഞോളൂ. എങ്ങനെയുണ്ട്? എങ്ങനെയുണ്ടെന്ന്. ആള് ഹിന്ദിക്കാരനാണ്. അപ്പോൾ
റെസ്റ്റ് എടുത്തിട്ട് മുന്നോട്ട് പോകും. കുറച്ചും കൂടെ കഴിഞ്ഞ് കഴിഞ്ഞാൽ അവിടെ ഒരു ടീ ഹൗസസ് ഉണ്ട്. അവിടെ നമുക്ക് കുറച്ച് നേരം കൂടെ റെസ്റ്റ് എടുക്കാൻ പറ്റും, എന്തെങ്കിലും കുടിക്കാനോ എന്തെങ്കിലുമൊക്കെ പറ്റും. അപ്പോൾ ഇതാണ് ഇവിടുത്തെ ബ്യൂട്ടി എന്ന് പറയണത്. വേണ്ട ഒരു പൈൻ ഫോറസ്റ്റിൻ്റെ ഇടയിൽ കൂടിയാണ് മുകളിലേക്ക് കയറുന്നത്. എല്ലാവരും ഇവിടെയുണ്ട്. നടക്കാൻ വയ്യായിക വന്നു കഴിഞ്ഞാൽ ഇവർ ഈ കുതിരപ്പുറത്തും കഴുതപ്പുറത്തൊക്കെ കൊണ്ടുപോകും. അപ്പോൾ അതിന് സെപ്പറേറ്റ് ചാർജ് ആവും. ചാർജ് അത്യാവശ്യം കൂടുതലാണ്. പിന്നെ അതുപോലെ ആളുകളെ, അതായത് പോട്ടർമാരെ റെഡിയാക്കുകയാണെങ്കിൽ ഒരു ദിവസത്തേക്ക് 300 രൂപ തുടങ്ങി 500 രൂപ വരെയാണ് അവർ ചാർജ് ചെയ്യണത്. അപ്പോൾ ആ ഒരു എമൗണ്ടും കൂടെ കയ്യിൽ കരുതണം. കാരണം എപ്പോൾ വേണമെങ്കിലും നമുക്ക് വയ്യായിക വരാനുള്ള സാധ്യതയുണ്ട് മുകളിലെത്തിയാൽ. ഇപ്പോൾ ഇവർ ഇവിടെ നിന്ന് തന്നെ കുതിരപ്പുറത്ത് പോവുകയാണ്. അപ്പോൾ എന്തായാലും ഞങ്ങൾ മുന്നോട്ടേക്ക് പോവുകയാണ്. ഇരുന്നൂറ് മീറ്റർ അപ്പുറം റെസ്റ്റ് എടുക്കാമെന്നാണ് പറയണത്. അങ്ങനെ ഞങ്ങൾ സാംഗ്രി വില്ലേജിൽ നിന്ന് അത്യാവശ്യം നല്ല സ്റ്റീപ്പ് എടുത്തിട്ട് 9100 ഫീറ്റുള്ള ജുദാക്കാത്ത ആ സ്ഥലം ജുദാ ലേക്കൊക്കെ ഉണ്ട് കേട്ടോ അവിടെ. അത് ഫ്രോസൺ ലേക്കാണ്. അപ്പോൾ അങ്ങോട്ടാണ് ഞങ്ങളുടെ യാത്ര. അപ്പോൾ നടന്ന് ഏകദേശം ഒരു 200 മീറ്റർ കഴിഞ്ഞപ്പോൾ ഒരു ഷെൽട്ടർ കിട്ടി, ഒരു സത്രം. എല്ലാവരും അവിടെ ഉണ്ട്. നമ്മുടെ ടീം ഒരുപാട് പേരുണ്ട്. ഇവിടെ ഒരു 5 മിനിറ്റ് നിന്നിട്ട് നമുക്ക് വീണ്ടും കയറ്റമാണ് സ്റ്റീപ്പിലേക്ക്. കണ്ടില്ലേ, അവിടെ കയറ്റം കയറി പോകണം. എങ്ങനെയുണ്ട് ഇപ്പോൾ ട്രക്കിങ്? എങ്ങനെയുണ്ട്? സെറ്റാണ്. ആ, പൊളിയാണ്. എന്താണ് നിൻ്റെ അടുത്ത് ചോദിക്കുക? അടിപൊളിയാണ്. എല്ലാവരും ചെറുതായിട്ടൊന്ന് കുഴങ്ങി, എന്നാലും ഓക്കെയാണ്, വേറെ കുഴപ്പമില്ല. അപ്പോൾ നമുക്ക് അങ്ങോട്ടേക്ക് പോവാം. ഇവിടെ നിന്ന് ഇനി ഏകദേശം ആ റെസ്റ്റിംഗ് പോയിന്റിൽ നിന്ന് യാത്ര തുടങ്ങി. ഏകദേശം ഇനി ഒരു തോന്നുന്നത് 400 മീറ്റർ കഴിയുമ്പോൾ, അവരങ്ങനെ പറഞ്ഞത് 400 മീറ്റർ കഴിയുമ്പോൾ നമുക്ക് ഒരു നേരത്തെ കണ്ട പോലെ റെസ്റ്റ് ചെയ്യാനുള്ളൊരു സ്ഥലം കിട്ടും. അത്യാവശ്യം സ്റ്റീപ്പാണ് കേട്ടോ ഇത്. 400 മീറ്റർ കവർ ചെയ്തിട്ട് നമുക്ക് അടുത്ത ഒരു സത്രം കിട്ടി. വേണ്ട, അവിടെ ഒരു 5 മിനിറ്റ് റെസ്റ്റ് എടുത്തിട്ട് അവിടെ ചായയൊക്കെ കിട്ടും തോന്നുന്നു. ചായക്ക് ഇവിടെ ഭയങ്കര വിലയാണ്. ഏകദേശം കയറും തോറും റേറ്റ് കൂടും. താഴത്ത് 30 രൂപയാണ്, മുകളിലേക്ക് കയറും തോറും അത് 40, 50, 60. ഇവിടെ എത്രയാണെന്ന് നോക്കണം ചായക്ക്. പിന്നെ രാവിലെ ബ്രേക്ക്ഫാസ്റ്റൊക്കെ നോർമൽ ഒരു ഈ പൊറോട്ട അങ്ങനത്തെ ടൈപ്പ് സാധനമാണ്. ഇവരുടെ നാട്ടുകാർ യൂസ് ചെയ്യുന്ന കറികളൊക്കെയാണ്. നമുക്കങ്ങനെ ഇഷ്ടപ്പെടില്ല, പക്ഷേ കഴിച്ചേ പറ്റൂ. കാരണം രാവിലെ ട്രക്കിങ്ങിന് മുമ്പായിട്ട് എന്തെങ്കിലും കഴിക്കണം, അത് നിർബന്ധമാണ്. പിന്നെ വെള്ളം കുടി, അതും വളരെ നിർബന്ധമാണ്. എന്തായാലും അങ്ങോട്ട് എത്താണ്. അപ്പോൾ നമ്മൾ ആ ഷെൽട്ടറിൻ്റെ അടുത്തെത്തി. ഇതാണ് കേട്ടോ ടിബറ്റൻ ഫ്ലാഗൊക്കെ വെച്ച് ഒരു ഷെൽട്ടർ. വെൽക്കം ടു ചാച്ച കാ ദാബ. ചാച്ചയുടെ ദാബ. അപ്പോൾ നമുക്ക് മുന്നോട്ടേക്ക് പോവാം. ആകെ ചെളിയാണ് എന്താ, അത്ര എളുപ്പമുള്ള റൂട്ടൊന്നുമല്ല. വീണ് കഴിഞ്ഞ് കഴിഞ്ഞാൽ എൻ്റെ കോപ്പറയും ഞാനും നിലത്ത്. എല്ലാവരും റെസ്റ്റിലാണ്. ശ്യാമേ മാഗി പറഞ്ഞാ? എനിക്ക് വേണ്ട. അപ്പോൾ ഒരു കോഫി കുടിച്ചിട്ട് മുന്നോട്ടേക്ക് പോകും. ഇത് നമ്മളുടെ ബോംബെ വാല. मुंबई योगेश्वर जिमन है या जिमन या मिस्टर ओलंपिया പോരാ ശ്യാം പോരാ. ആ വീശക്കാരൻ.
ഇങ്ങനെയൊക്കെ എന്തായാലും ഞങ്ങൾ ചായ കുടിക്കട്ടെ, എന്നിട്ട് മുന്നോട്ടേക്ക് വീണ്ടും ട്രക്കിങ്. നമ്മളത് ഇവിടെ നിന്ന് മാഗിയും ചായ കുടിച്ചിരുന്നു, അതിൻ്റെ എല്ലാത്തിൻ്റെയും ലിസ്റ്റാണിത്. നമ്മൾ ഇങ്ങോട്ട് വരുമ്പോൾ ചോദിച്ചിട്ട് മാത്രം ഭക്ഷണം കഴിക്കുക, അല്ലെങ്കിൽ ലാസ്റ്റ് അവർക്ക് തോന്നിയ പോലെയാണ് ഇവിടുത്തെ വിലയൊക്കെ. അപ്പോൾ അതുകൊണ്ട് എല്ലാവരും മാഗി കുടിച്ച് വടിച്ചെടുക്കുന്നു. അപ്പോൾ ക്ഷാമ നമുക്ക് മുന്നോട്ട് പോവാം. എല്ലാം സെറ്റാണ്, വേറെ ടയേർഡൊന്നുമില്ല, വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല. എന്തായാലും ഞങ്ങൾ എങ്ങനെയുണ്ട് ഇതുവരെയുള്ള ട്രക്കിങ്? എങ്ങനെയുണ്ട്? എന്താ കുടിച്ചത്? ചായ? എടാ നട്ട്സ് എനിക്ക് തന്നില്ല കേട്ടോ. എന്തായാലും ഞങ്ങൾ മുന്നോട്ടേക്ക്. അപ്പോൾ ഞങ്ങൾ ഷാമേ നമുക്ക് പതുക്കനെ ഒന്ന് മുന്നോട്ട് പോവാം, ഇല്ലെങ്കിൽ കൂടുതൽ റെസ്റ്റ് എടുത്തു കഴിഞ്ഞാൽ ഇവിടെ ഏകദേശം അരമണിക്കൂർ ആയിക്കണ്. പിന്നെ കൂടുതൽ lemon tea. Lemon tea? It's kind of lemon tea. Kind of lemon tea. Yeah. Trekkers do that, like on Himalaya, you know. On Himalaya, do like they get this and they boil it and they. जहाँ चाय नहीं मिलता ना वहाँ पे they do this as a green tea. Good antioxidant. Okay, fine. Yeah. चलो. അപ്പോൾ ഞാൻ പതുക്കനെ ഇവിടെ ആകെ ചെളിയാണ്, മൊത്തത്തിൽ ചെളിയാണ്. അപ്പോൾ ഓഫ് ചെയ്തിട്ട് പതുക്കനെ നടക്കട്ടെ. അപ്പോൾ നമ്മൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നതാണ് ഓരോരുത്തർ. ഇവിടെ കണ്ടില്ലേ ഒരു ബ്രിഡ്ജ്, ആ ബ്രിഡ്ജ് വഴിക്കാണ് പഴയ റൂട്ട്. ഇതിൽ കൂടെയാണ് ഇങ്ങനെ പോയി പഴയ റൂട്ട് അതാണ്. ഇപ്പം മണ്ണിടിഞ്ഞിട്ട് ആ റൂട്ട് പറ്റില്ല നമുക്ക്. ഇപ്പോൾ ഇങ്ങനെ കയറി പറഞ്ഞാൽ ഈ റൂട്ടേ പറ്റുള്ളൂ. കണ്ട കയറി പറഞ്ഞല്ല, നമ്മളുടെ എല്ലാ ഒരു ടീമാണ് ഇതൊക്കെ. 27 പേരുള്ളതിൽ കുറച്ച് പേരാണ് അതൊക്കെ, മറ്റുള്ളവർ കയറിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇതാണ് വിശേഷങ്ങൾ. അവിടെ നിന്ന് ചായ കുടിച്ച് കഴിഞ്ഞാൽ ഏകദേശം 30 രൂപ ചായക്ക്. ഇനി കയറുന്തോറും റേറ്റ് കൂടി വരും. ഇപ്പോൾ 30 രൂപ കുറച്ചേ ഉള്ളൂ, അതൊക്കെ പ്രതീക്ഷിച്ചാൽ മതി. അപ്പോൾ അങ്ങനെയാണ് ഇതുവരെയുള്ള വിശേഷങ്ങൾ. എന്തോ ആൾ കൊണ്ടുവരുന്നുണ്ട് ബോംബെക്കാരൻ, എന്താണെന്നറിയില്ല. പോവാണ്, അത് നോക്കാം എന്താണെന്ന്. गुड फॉर एनर्जी बूस्ट. एनर्जी बूस्ट या ये क्या है? ये है फूल है, इसका जूस बनता है. यू हैव टू मेक द इसका जूस बनता है. ഇവനെന്തോ പുതിയ സാധനമായിട്ട് വരും, എന്നിട്ട് ഇതാണെന്ന് പറയും. സത്യം എനിക്കറിയില്ല. मेरे को पता नहीं ये सही है या नहीं. नहीं वही है. कमेंट है, सब्सक्राइब. एक गाइस से पूछा मैंने. हाँ ഹലോ. അവൻ നേരത്തെ എന്തോ സാധനമായിട്ടൊക്കെ പറഞ്ഞിട്ടുണ്ടായി, അപ്പോൾ അറിയില്ല, ചിലപ്പോൾ അവൻ പറയണ ശരിയായിരിക്കാം. അപ്പോൾ ഞങ്ങളെല്ലാവരും മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നതാണ്. അത്യാവശ്യം നല്ല സ്റ്റീപ്പാണ് ഇന്ന്. ഫസ്റ്റ് ഡേ തന്നെ നല്ല സ്റ്റീപ്പാണ്, പക്ഷേ അത് നല്ലതാണ് ബോഡിക്ക്. ഫസ്റ്റ് ഡേ സ്റ്റീപ്പ് കിട്ടുമ്പോൾ സെക്കൻഡ് ഡേ കുറച്ചും കൂടെ പ്രയാസങ്ങൾ കുറയും. തേർഡ് ഡേ ഒട്ടും ഉണ്ടാവില്ല, എളുപ്പമായിരിക്കും. അങ്ങനൊരു കാര്യമുണ്ട് ട്രക്കിങ്ങിൽ. എൻ്റെ ഒരു അനുഭവം വെച്ചാണ് കേട്ടോ ഞാൻ പറയണത്. അപ്പോൾ നമുക്ക് ഏതായാലും മുന്നോട്ടേക്ക് പോവാം. എൻ്റെ നേർക്കാണോ വരുന്നതെന്ന് എനിക്കറിയില്ല. ഇല്ല, ഈ കൂടെയൊക്കെ കയറുന്നുണ്ട്. ഇത് ടോപ്പിലേക്കുള്ള ആളുകൾ, ലഗേജ് താങ്ങാൻ പറ്റാത്ത ആളുകൾ ഈ കോവർ കഴുതയുടെ പുറത്തൊക്കെ ലഗേജായിട്ട് പോകണം. അയ്യോ അയ്യോ, പുറകിന്ന് ശ്രദ്ധിച്ചില്ല. ഇത് ഇവിടുത്തെ നാട്ടുകാരാണെന്ന് തോന്നുന്നത്. ഇവരാണ് പോർട്ടർമാർ, ഇങ്ങനെ കൊണ്ടുപോകുന്ന ആളുകൾ. ഇവരൊക്കെ അവരാണ്. ഇവർ പൂനെന്ന് വന്നേക്കുന്ന ടീമാണ്. 5 പേരുടെ ഒരു ഗ്രൂപ്പായിട്ട് വന്നേക്കുന്നതാണ് അവർ. നല്ല ബ്യൂട്ടിഫുള്ളായിട്ടുള്ള ഒരു പ്ലേസാണ്. നല്ല തണുപ്പുണ്ട്, പക്ഷെ നടക്കണതുകൊണ്ട് ഹീറ്റായതുകൊണ്ട്, ബോഡി ഹീറ്റായതുകൊണ്ട് അറിയില്ല. എന്തായാലും നമുക്ക് മുന്നോട്ടേക്ക് പോവാം. ഇതിൽ കൂടെ അടക്കാം.
കുറേ റൂട്ട് ഇങ്ങനെ കാണുന്നുണ്ട്. ഇതിൽ കൂടെ എങ്കിലും നടന്ന് എത്തണം. അവനെനിക്ക് ഗോപ്രോയിൽ വെക്കാനുള്ള സെറ്റപ്പ് ചെയ്യാൻ വേണ്ടിയുള്ള തത്രപ്പാടിലാണ്. ടോർച്ച് വെക്കാൻ പറ്റും, ടോർച്ച് മാറ്റിയിട്ട് വെക്കാൻ പറ്റുമെന്നാണ് അവൻ നോക്കണത്. പക്ഷേ നടക്കൂലെന്ന് അവനും അറിയാം, എനിക്കും അറിയാം. അപ്പോൾ മുന്നോട്ട് പോവാം. ഓക്കെ, कन्नड़ नहीं, मलयालम मुश्किल नहीं, मैं सिखा दूंगा. कर्नाटक. हाँ, ठीक है. എവിടെ ഫോട്ടോ എടുത്തോണ്ടിരിക്കുന്നത്? എവിടെ ഫോട്ടോ എടുത്തോ? ഫോട്ടോ എവിടെ കാണിച്ചാൽ മതിയാക്ക്. ആ, കൊള്ളയിൽ ഞാൻ തന്നെയാണ് ഭംഗി. നിങ്ങളുള്ളതുകൊണ്ടാണ് എനിക്ക്, നിങ്ങളുള്ളതാണ് എനിക്കൊരു ബുദ്ധിമുട്ട്. ഇത് വേറൊന്നിനുമല്ല, അവളുടെ ഫോട്ടോ ഒറ്റയ്ക്ക് എടുക്കാൻ വേണ്ടി നമ്മളുടെ മൊത്തം എടുത്തു തന്നാണ്. അപ്പോൾ നമ്മൾ മുന്നോട്ട് പോകാതെ അവിടെ ഒരു ഹട്ട് കാണുന്നുണ്ട്. അവിടെ എന്താ സംഭവം എന്നറിയില്ല. ചിലപ്പോൾ അവിടെ നിന്ന് ഭക്ഷണം കഴിക്കാനുള്ള സെറ്റപ്പോ ചായ കുടിക്കാനുള്ള സെറ്റപ്പോ നടക്കും. അപ്പോൾ അങ്ങോട്ടൊന്ന് കയറി നോക്കട്ടെ. ഇത് വലിയ സ്റ്റീപ്പല്ല, ഇത്രയും നേരം നല്ല സ്റ്റീപ്പായിരുന്നു. നല്ല ഹൈറ്റിലേക്കാണ് ഇപ്പോൾ കയറിക്കൊണ്ടിരിക്കുന്നത് എന്തായാലും. അപ്പോൾ ജുലാക്കാത്താം അങ്ങോട്ടാണ് ഞങ്ങളുടെ യാത്ര. സാംഗ്രി എന്ന് പറഞ്ഞ വില്ലേജിൽ നിന്നാണ് ഞങ്ങൾ തുടങ്ങിയത്. പിന്നെ ഡീറ്റെയിലൊക്കെ നേരത്തെ പറഞ്ഞല്ലോ. അപ്പോൾ കഴിയാവുന്നവർ കേദാർഖണ്ഡ ട്രക്കിങ്ങിന് വരിക, സൂക്ഷിച്ച് വരിക. അതായത് ട്രക്കിങ് ഗൈഡിൻ്റെ ഇൻസ്ട്രക്ഷൻ അനുസരിച്ച് മാത്രം നടത്തുക. ഇവിടെ ഗൈഡ് ഇല്ലാണ്ട് ഈ ട്രക്കിങ് നടക്കില്ല ഇവിടെ. അതിൻ്റെ റീസൺ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടത്തുകാർക്ക് ആകെ ഒരു 4-5 മാസമാണ് അവർക്ക് സീസൺ. ആ സമയത്താണ് നമ്മളെപ്പോലെയുള്ള ആളുകൾ, ടൂറിസ്റ്റുകൾ ഇവിടെ എത്തണത്. അപ്പോൾ നമുക്ക് ഒറ്റയ്ക്ക് പോകാനുള്ള സാധ്യതകൾ വളരെ കുറവാണ്. അപ്പോൾ എന്തായാലും ഞങ്ങൾ മുന്നോട്ട് പോവുകയാണ്. ഓക്കെ, എനിക്ക് തോന്നുന്നു ഇതാണെന്ന് തോന്നുന്നു ക്യാമ്പ് സൈറ്റ്. നമുക്കറിയില്ല, അവിടെ മഞ്ഞൊക്കെ കാണുന്നുണ്ട്. എന്തായാലും ഇതാണ് നമ്മളിപ്പോൾ എത്തിയിരിക്കുന്ന പ്ലേസ്. ഇതാണ് പെട്ടെന്ന് എത്തിയ പോലെയാണ് ഫീൽ ചെയ്തത്. ഓരോരുത്തരും അവിടെ നടന്നു പറഞ്ഞിട്ടുണ്ട്. എന്താ, ഞങ്ങൾ മുന്നോട്ടൊന്ന് പോയി നോക്കാം. ഇവരെന്നെ കൊണ്ട് ഫോട്ടോ എടുക്കാൻ വേണ്ടി നിൽക്കണാണ് ഇവിടെ. അവർ വരണം, അവർ വന്നിട്ട് ഒരു ഗ്രൂപ്പ് ഫോട്ടോ എടുക്കാമെന്നാണ് ഇവർ പറയണത്. നമുക്ക് അങ്ങോട്ട് പോയി നോക്കാം. ഇതാണോ സ്റ്റേ എന്നറിയില്ല. നേരത്തെ എത്തിയ പോലെയുണ്ട്, അധികം ബുദ്ധിമുട്ടൊന്നും ഇല്ലാത്ത രീതിയിൽ എത്തിയ പോലെയുണ്ട്. വേണ്ട, അവിടെ ടെൻ്റൊക്കെ ഉണ്ട്. ഇതാവാൻ സാധ്യതയുണ്ട്. അവിടെ മഞ്ഞൊക്കെ ഉണ്ട്. ചിലപ്പോൾ ആളുകൾ മുകളിലേക്ക് കയറണമുണ്ട്. ചോദിച്ചു നോക്കാം ഇത് തന്നെയാണെന്ന് ഗൈഡിനോട്. നമ്മളുടെ ടീമാണ്, പൂനെവാല ടീം. ഡോക്ടേഴ്സ്, IT ടീം, പിന്നെ ഫ്ലിപ്കാർട്ടിൽ വർക്ക് ചെയ്യുന്ന ആളുകളുണ്ട്. നമുക്ക് മുന്നോട്ട് പോയി നോക്കാം. ശ്യാമ അവിടെ കൂളിംഗ് ഗ്ലാസ് വെച്ചിരിക്കുന്നുണ്ട്. ഇത് വലിയ ടാസ്ക് ഒന്നുമില്ല കേട്ടോ. തുടക്കം ഒരു ബുദ്ധിമുട്ടുണ്ടായിരുന്നു, ഒരു ½ hour. പിന്നെ അത് കഴിഞ്ഞ് വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല, വലിയ ടാസ്ക് ഒന്നുമില്ല. ഉണ്ടാ കൂളിംഗ് ഗ്ലാസ് വെച്ചിരിക്കുന്ന സൽമാൻ ഖാൻ. ശ്യാമണ്ണ എന്താണ്, ഇതാണ് നമ്മളുടെ ഇനിയും പോകണ്ട? ആഹാ, ഓ, അപ്പോൾ ഇനിയും പോകാനുണ്ട് ഗൈസ്. 1 കിലോമീറ്ററിൽ താഴെ. അവിടെ കണ്ട മഞ്ഞൊക്കെ ഉണ്ട്. ഓ, അങ്ങനെയാണ്. ഓ, അപ്പോൾ നമുക്കിപ്പോൾ 1.5 കിലോമീറ്ററും കൂടെ നടക്കാനുണ്ട് അല്ല? അപ്പോൾ 1 കിലോമീറ്റർ നടക്കാനുണ്ട്. ഓ, നീ വല്ലതും കുടിച്ചാ ഇവിടുന്ന്? എനിക്ക് വാങ്ങിച്ചേടാ ഒരു ലൈം ടീ കുടിക്കട്ടെ ഗൈസ്. അപ്പോൾ നമ്മളുടെ ഇവിടെ നിന്നൊരു ചെറിയൊരു ലൈം ടീ കുടിച്ചിട്ട്, ഇത് നമുക്ക് ഇവിടെ നിന്നൊരു 700 മീറ്ററും കൂടെ അങ്ങോട്ട് പോയാലാണ് നമ്മളുടെ സ്റ്റേ. അപ്പോൾ നമ്മൾ ജസ്റ്റ് ഒന്ന് ചായ കുടിച്ചിട്ട് ഒന്ന് റെസ്റ്റ് എടുത്തിട്ട് നിന്നാണിപ്പോൾ. ഇപ്പോൾ എല്ലാവരും റെഡി ആയിക്കൊണ്ടിരിക്കണം, വീണ്ടും മുന്നോട്ടേക്ക് പോകാനുള്ള റെഡിയാവല്. ഓരോരുത്തർ കയറി വരണുള്ളൂ. വേണ്ട, മഞ്ഞ് ഇവിടേക്ക് ഈ മഞ്ഞാണ് കിടക്കണത്. ഇവിടെ നിന്നാണ് നമ്മളുടെ മഞ്ഞിൻ്റെ ഒരു സ്റ്റാർട്ടിങ് പോയിന്റ്. ഇതൊക്കെ ഇവർ
ചെറിയൊരു സെറ്റപ്പാണ് ചായ കുടിക്കാനുള്ള. ഇത് വേറൊരു ടീമിൻ്റെ അവിടെ എഴുതി വെച്ചിട്ടുണ്ട് ഡിസ്കവറി ഹൈക്ക് എന്നൊക്കെ പറഞ്ഞിട്ട് പല ടീമിൻ്റെയും ടെൻറ്റ് സ്റ്റേ ആണ്. ഇതുപോലെ നമുക്ക് മുകളിൽ ഒരു 700 മീറ്ററും കൂടെ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ടെൻറ്റ് സ്റ്റേ ഉണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് അങ്ങോട്ട് പോകണമല്ലേ, അങ്ങോട്ട് കയറാം. ഓക്കെ, ഹാൻഡ് ബുക്ക് ആദ്യമായിട്ട് അടിക്കുന്നത് എവിടെ മുല്ല ഞങ്ങൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നതാണ്. നമ്മുടെ മല്ലുബായി ജുനൈദിൻ്റെ കാലിന് ചെറിയൊരു മസിൽ പെയിൻ, അത് റെഡിയാക്കണമായിരുന്നു. അതിന് കുറച്ച് 10 മിനിറ്റ് പിടിച്ച് നമ്മൾ മുന്നോട്ടേക്ക് തന്നെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇവിടെയൊക്കെ അത്യാവശ്യം മഞ്ഞ് വീണ് കിടക്കുന്നുണ്ട് കേട്ടോ. കണ്ട, ചെറിയ തോതിലെങ്കിലും മഞ്ഞ് വീണ് കിടക്കുന്നുണ്ട്. പോണ വഴിക്കൊക്കെ ഇതുപോലെ മഞ്ഞ് കാണാം. കണ്ട, മുകളിലേക്ക് പോകുന്തോറും മഞ്ഞ് കൂടി വരുന്നുണ്ട്. മുകളിലെത്തിയിട്ട് നോക്കാം നമുക്ക് എന്താണെന്ന്. ഇത് അത്യാവശ്യം സ്റ്റീപ്പുണ്ട്, ചെറിയ രീതിക്ക് സ്റ്റീപ്പ് കാണുന്നുണ്ട്. എന്തായാലും കുഴപ്പമില്ല. പറഞ്ഞ പോലെ തന്നെ അത്യാവശ്യം മഞ്ഞുള്ളൊരു സ്ഥലം ഇങ്ങനെ അവിടെ ഇവിടെ ആയിട്ട് കിടക്കുന്നതാണ്. പോകുന്ന വഴിക്ക് ഇതൊക്കെ ഉണ്ടായിരുന്നു, മഞ്ഞ് ഇവിടെയൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ ചവിട്ടി മഞ്ഞ് പോയതാണ്, പിന്നെ ഉരുകിയും പോയിട്ടുണ്ടാവും. നമുക്കിവിടെ കുറച്ച് നേരം നിന്ന് ഫോട്ടോ ഒക്കെ എടുത്തിട്ട് പോവാം. ഇവിടെ നിന്ന് ഇനിയൊരു 500 മീറ്ററും കൂടി ഉണ്ടാവും എന്നാണ് പ്രതീക്ഷിക്കുന്നത്. ഇത് ഇവിടെ സൂക്ഷിച്ച് കിടക്കണം, കണ്ടില്ലേ? കാല് വഴുതാനുള്ള സാധ്യതകളുണ്ട്, കാരണം മഞ്ഞ് ഉരുക്കിക്കൊണ്ടിരിക്കുന്നതാണ്. കണ്ട, നല്ല ഷൂ ഇട്ട് വരേണ്ടി വരും എന്തായാലും. ഇവിടെ നല്ല മഞ്ഞുണ്ട്, കണ്ട, അത്യാവശ്യം നല്ല മഞ്ഞുള്ള സ്ഥലമാണ്. നമ്മുടെ ടീമൊക്കെ മുകളിലെത്തി. എന്തായാലും മുകളിലേക്ക് കയറാം. ഓക്കെ, ബ്യൂട്ടിഫുൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതാണ്. കണ്ട, മഞ്ഞ് വരണുള്ളൂ, ഇനി നമുക്കിതൊക്കെ തന്നെ മതി. അപ്പോൾ നമ്മൾ ഇപ്പോൾ ജുദാക്ക തലാബിൽ എത്തിക്കണം കേട്ടോ. 8859 ഫീറ്റ്. ആ കാണുന്ന കണ്ടില്ലേ അവിടുത്തെ സ്റ്റേ, അതാണ് നമ്മളുടെ ടെൻറ്റുകൾ. അപ്പോൾ അങ്ങോട്ടാണ് നമ്മൾ പോകണം. ഏകദേശം എത്തി നമുക്ക്. ഇനി ഷാമേ മൂവ് ചെയ്യാം അങ്ങോട്ട് വാ. ഏകദേശം എത്തി. അപ്പോൾ പെട്ടെന്ന് ചെന്ന് കഴിഞ്ഞാൽ ചൂടുള്ള ഭക്ഷണം കിട്ടും എന്നാണ് പറയണത്, അല്ലെങ്കിൽ ചൂടാറിപ്പോവും എന്നും കൂടെ പറയുന്നുണ്ട്. അത് വളരെ ശരിയാണ്. അപ്പോൾ നമുക്ക് ഗൈഡുമാർ പറയുന്നത് കേൾക്കാം. നമുക്ക് ഫോട്ടോ എടുത്ത് സമയം കളയാണ്ട് ഫുഡ് കഴിച്ചിട്ട് ഫോട്ടോയിലേക്ക് ശ്രദ്ധ കേന്ദ്രീകരിക്കുക. എന്തായാലും ഞങ്ങൾ എത്തിയിരിക്കുകയാണ് ജുദാക്ക തലാബ്. നല്ലൊരു ട്രക്കിംഗ് ആയിരുന്നു സമ്മാനിച്ചത് ഇന്നത്തെ ദിവസം. അപ്പോൾ ഒരുപാട് പേര് കണ്ട, ഇന്ന് നൈറ്റ് ആ ടെൻറ്റുകളിലാണ് ഞങ്ങൾ താമസിക്കാൻ പോകുന്നത്. ഷാമേ എന്തു പറയണേ? വേണ്ട, അവിടെ നിന്ന് എല്ലാവരും ഇറങ്ങി വരണേണ്ട. വാ കയറാ. വേണ്ട, നമ്മുടെ ഗൈഡ് പോകുന്നുണ്ട്, ഷാമ മുമ്പിൽ പോകുന്നുണ്ട്. ഇതൊക്കെ നമ്മുടെ ട്രക്കിങ്ങിലുള്ള ആളുകളാണ്. നേരത്തെ ഇതിലധികം ചവിട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ പണി കിട്ടും. തെന്നി വീഴാനുള്ള സാധ്യതകൾ വളരെയേറെയാണ്. അതുകൊണ്ടാണ് അതിൽ പിടിച്ച് കളിക്കാത്തത്. എന്നാലും കയറും. എപ്പോഴെങ്കിലും അല്ലേ ഇങ്ങനത്തെ അവസരങ്ങൾ കിട്ടുള്ളൂ. ബാഗൊക്കെ വെച്ച് കഴിഞ്ഞിട്ടൊന്ന് വീഴാം. വീണ് കഴിഞ്ഞാൽ എല്ല് പൊടിയണ വേദന ഇരിക്കും കേട്ടോ, അതുകൊണ്ട്. ഇതിൽ കൂടിയാ പോവാ, ചെളിയാണ്. ഇതിൽ കൂടെ തന്നെയാണ് കോവർ കഴുതയും അങ്ങനത്തെ കുതിരയും ഒക്കെ വരുന്നത്. അപ്പോൾ അവരുടെ കാഷ്ടവും ഉണ്ടാവും.
അപ്പം അതിലും തെന്നാനുള്ള സാധ്യതയുണ്ട്. കണ്ടോ, ബ്യൂട്ടിഫുൾ അല്ലേ? എത്തിയിട്ടില്ല, ആകെ ഇവിടം വരെ എത്തിയിട്ടുള്ളൂ. ഇനിയും പോകാനുണ്ട്. കണ്ടോ, മഞ്ഞ് അവിടെ ഇവിടെയൊക്കെ കിടക്കുകയാണ്. സ്നോഫോൾ വന്നു കഴിഞ്ഞാലാണ് ഒരു ബുദ്ധിമുട്ട്. ഇതുപോലെ സ്നോ ഒക്കെയാണ്. മറ്റേത് ഒരു 5-10 മിനിറ്റ് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് അതൊരു ബുദ്ധിമുട്ട് തന്നെയാണ്. ഇവിടെ എല്ലാവരും സന്ധിച്ചേക്കണാണ്. എനിക്ക് തോന്നുന്നത് ഇതാണെന്ന് തോന്നുന്നത് നമ്മളെ ടെൻറ്റ് സ്റ്റേ. ഇന്ന് നൈറ്റ് ഇവിടെ ആയിരിക്കും താമസിക്കണത്. എന്താ, നമ്മുടെ ടീം എല്ലാവരും ഉണ്ട്, ഗൈഡ് ഉണ്ട്, എല്ലാവരും ഉണ്ട്. ഇതാണ് നമ്മുടെ സ്റ്റേ. വാടാ, ഇന്നലത്തെ റൂംമേറ്റ്സ് വരൂ. 3 नहीं है. 3 लोगों की टीम किसकी है भाई? टीम तो नहीं है, 2 लोग साथ में आ रहे, अकेला है. एक अकेला सोलो है ना? हम 4 आप 4 हो ना? चलो 4 ना. वो पीछे से आ रहा है स्लो थोड़ा. ഇതാണ് നമ്മളുടെ റൂംമേറ്റ്സ്, ഇന്നലത്തെ റൂംമേറ്റ്സ് തന്നെയാണ്. അപ്പോൾ ഒഴിവാക്കാൻ മാക്സിമം ഞാൻ നോക്കി വരാം, പക്ഷെ നടക്കണില്ല. ഭയങ്കര ബുദ്ധിമുട്ടുണ്ടായിരുന്നു ഇന്നലെ ഇവരെ കൊണ്ട്. टीम है यार किसी की. आप कितने लोग हो सर? 4 ही हो गए, 5 ही हो गए, 9 लोग ना. 9 लोग हो गए, 5 8 9. അപ്പോൾ നമുക്ക് 4ന്റെ കിട്ടിയിട്ടുണ്ട്. ഓറഞ്ച് കളർ. നീ അങ്ങോട്ട് പോയാൽ മതി, അങ്ങോട്ട് കിടന്നാൽ മതി. അപ്പോൾ ഇതാണ് നമ്മളുടെ ഓറഞ്ച് കളർ ടെൻ്റാണ് നമ്മളുടെ ഇന്നത്തെ സ്റ്റേ. എന്താടാ ഭാവന, എന്താണ് നിൻ്റെ പേര്? നിൻ്റെ അഭയ്. അപ്പോൾ അഭയും ഞാനും ശ്യാമും, അവൻ്റെ പേരെന്താണ്? അർജുൻ. അപ്പോൾ അർജുനും കൂടെയാണ് ഇന്ന് ഇതിൽ. ശ്യാമേ, നോക്കി എങ്ങനെയുണ്ട്? നിൻ്റെ അകത്ത് കിടക്കും, കെട്ടിപ്പിടിച്ച് കിടക്കും. അപ്പോൾ കുഴപ്പമില്ലല്ലോ കേട്ടോ. അപ്പോൾ ഇതാണ് ഇവിടുത്തെ. വേണ്ട, അവിടെ നമ്മുടെ ടീമിലെ തന്നെ ആളുകളാണ്, അവരവിടെ കിടക്കണ്. അപ്പോൾ നമ്മളുടെ ടെൻറ്റിൻ്റെ സൈഡിൽ കുരങ്ങിൻ്റെ ശല്യമുണ്ട്. വേണ്ട, അവിടെ ഇരിക്കേണ്ട ഓരോരുത്തർ. വേണ്ട, കണ്ട. അപ്പോൾ അതൊന്ന് സൂക്ഷിക്കേണ്ടതായിട്ടുണ്ട്. എന്തായാലും ബാഗ് ഇവിടെ വെച്ചിട്ട് നമ്മളിത് അവിടെ ഫുഡ് കഴിക്കാനുള്ള പരിപാടിയിൽ അങ്ങോട്ട് പോവുകയാണ്, അല്ലെങ്കിൽ ചൂടാറിപ്പോവും. അതാണ് എല്ലാവരും പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ശ്യാമേ, അപ്പോൾ ബാഗൊക്കെ വെക്കാം. ഞാൻ അവിടെയാണ് കേട്ടോ ടോയ്ലറ്റ് ജാരേ റീൽസ് ചായേ. हाँ आदमी है अंदर, दोनों में अंदर आदमी है. ये खाली है. ആ കാലി ഒരെണ്ണത്തിൻ്റെ ഉള്ളിൽ ആളുണ്ട്. ജസ്റ്റ് ഒരു കുഴിയാണ്, കണ്ടോ, ജസ്റ്റ് ഒരു കുഴി. അപ്പോൾ ഇതിലാളുണ്ട്. എല്ലാവരും വെയിറ്റിംഗ് ആണോ നിങ്ങൾ? आप लोग वेट कर रहे हैं? हाँ वेट कर रहे हैं. हाँ उधर 1 मिनट. ഇവിടെ ഒരു വ്യൂ ഉണ്ടെന്നാണ് ബോംബെ വാല പറഞ്ഞത്. വേണ്ട, വലിയ വ്യൂ ഒന്നുമില്ല. അവൻ്റെ മൂത്രമൊഴിക്കാൻ വേണ്ടി വന്നേക്കണാണ്. അപ്പോൾ നമ്മളായിട്ട് ബുദ്ധിമുട്ടിക്കണ്ട. ഇതൊക്കെയാണ് ഇവിടുത്തെ കാഴ്ചകൾ. ഫുഡായാലും അങ്ങോട്ട് പോവാം. അപ്പോൾ ഞങ്ങൾ ഇവിടെ സെറ്റായി, പൂർണ്ണമായിട്ടും സെറ്റായി. കുറച്ച് നേരം കളിച്ചു. കളി മീൻസ് എന്ന് പറഞ്ഞാൽ മഞ്ഞിൽ കളി. അങ്ങനെ കളിച്ചുകൊണ്ടിരിക്കുകയാണ്. എൻ്റെ കാല് ഒരു എന്താ പറയുക, ഷൂ ഇട്ടിട്ടില്ല. ഷൂ കുറച്ച് നേരം കഴിയുമ്പോൾ ഇടണം, ഒന്ന് കാലിൻ്റെ ആ വേദന മാറ്റാനാണ്. അപ്പോൾ അങ്ങനെയാണ് നമ്മളുടെ 2 ചങ്ങായിമാരെ ഇവിടെ വെച്ച് പരിചയപ്പെട്ടത്. ഒന്ന് നമ്മുടെ നാട്ടുകാരനാണ്, എറണാകുളം ട്രിവാൻഡ്രം. പേരെന്താ? അപ്പു. ഗോകുൽ. അപ്പോൾ ഇവരെ 2 പേരും ഇപ്പം കണ്ടുള്ളൂ ഞാൻ. അപ്പോൾ എന്തായാലും പോകുന്ന വഴിക്ക് നമുക്ക് കാണാം. അപ്പോൾ ഇവിടെ ഓരോരുത്തർ തീ കായണുണ്ട്. നമുക്ക് അങ്ങോട്ട് പോവാം. കുറച്ച് നേരം തീ കായ, എൻ്റെ കാലിന് കുറച്ച് തീ വേണം.
ഇതൊക്കെ ടീംസൊക്കെ തീ കായുന്നുണ്ട്. ശ്യാമം അവിടെ നിൽക്കുന്നുണ്ട്. നമുക്ക് തീ കാഞ്ഞിട്ട് ബാക്കി പരിപാടിയിലേക്ക് കിടക്കാം. ഇവിടെയൊക്കെ മഞ്ഞാണ് കേട്ടോ. ആളുകളൊക്കെ അങ്ങോട്ട് മുകളിലേക്ക് പോയി മഞ്ഞിൽ കളിയായിരുന്നു മൊത്തം. അമ്മോ, മുതലാളിമാർ എൻ്റെ പുറകെ കുറച്ച് നേരം ഉണ്ടായിരുന്നു. തീ കാഞ്ഞാക്കിയ ഐ മീൻ തീ പറഞ്ഞിട്ടായിരിക്കും ചിരി വരൂല അല്ലേ ഷാമേ? അപ്പം എന്തായാലും ചായ കുടിക്കാനുള്ള സമയമായി. ചോറ് കഴിച്ചു, ചായ കുടിക്കാനുള്ള സമയമായി. എന്തായാലും ചായ കുടിക്കട്ടെ. അപ്പോൾ നമ്മളുടെ ചായ കുടിക്കാനുള്ള സമയമായിട്ടോ. അപ്പോൾ ചായ കുടിക്കാൻ വേണ്ടി ആളെ വെയിറ്റ് ചെയ്ത് നിൽക്കുന്നുണ്ട്. അപ്പോൾ ഇവിടെ സാധനം എഴുതി വെച്ചിട്ടുണ്ട്. കൃപയ ജൂത്ത അന്തർ ലാന മനാഹെ, അന്തർ ആന മനാഹെ, ഫൈൻ 500 ലഗേക. അതാണ് ഇതിൻ്റെ, ഇതാണ് അവരുടെ കിച്ചൺ. നമസ്കാരം സ്കാന്ദർ. ഇവരാണ് നമുക്ക് വേണ്ടി ഫുഡ് ഉണ്ടാക്കി തരണം. ഉള്ളിൽ ആരൊക്കെയോ ഉണ്ട്, ഇരുട്ടായതുകൊണ്ട് കാണുന്നു. ഞാനവിടെ വീഡിയോ പിടിച്ചോണ്ട് നിന്നപ്പോ എന്റെ ചായ മിസ്സാവുന്ന സംശയം. എവിടെ എനിക്കും വേണം. പോപ്കോണും ചായ കേട്ടോ. പോപ്കോൺ ചായ ഇതാണ്. നമ്മൾ ചായ കുടിക്കട്ടെ. നമ്മളിപ്പോൾ ഞങ്ങൾ രണ്ടുപേരും കൂടെ, ഞാനും ശ്യാമും കൂടെ ഇവിടെ ഇങ്ങോട്ട് നടന്നുകൊണ്ടിരിക്കുക. ബാക്കിലേക്ക് പോയ വഴിക്ക് അവിടെ വെറുതെ ഒന്ന് നടക്കണം. സമയമുണ്ടല്ലോ നമ്മുടെ കയ്യിൽ. സമയം ഇപ്പം എത്രയാടാ? ഒരു 5:30 ആയിട്ടുണ്ടാവും. അപ്പോൾ സമയമുള്ളതുകൊണ്ട് ഒന്ന് മുന്നോട്ട് കിടക്കണം. സത്യത്തിൽ ഞങ്ങൾ 4 പേര് ആണ് ഒരു ടെൻറ്റിൽ. അതായത് ആ ടെൻറ്റ് ശരിക്കും പറഞ്ഞാൽ 2 പേർക്കോ മാക്സിമം 3 പേർക്കോ പറ്റുള്ളൂ. 4 പേർക്ക് അഡ്ജസ്റ്റ് ചെയ്യാന്ന് പറഞ്ഞാൽ കുറച്ച് മുഷ്കിലാണ്. എന്തായാലും വേറെ വഴിയില്ല, നമുക്ക് അങ്ങനെ പോയേ പറ്റൂ. ഇങ്ങനെയുള്ള യാത്രയിൽ ഇങ്ങനത്തെ കുറച്ച് പ്രയാസങ്ങൾ എന്തായാലും പ്രതീക്ഷിക്കണം, അതുണ്ടാവും. നമ്മൾ വിചാരിക്കണ പോലെ എല്ലാം നടക്കണം എന്നില്ലല്ലോ. അപ്പോൾ കണ്ടില്ലേ മഞ്ഞ് ഇങ്ങനെ വീണ് കിടക്കണേന്ന്. ഇനി മുകളിലേക്ക് കയറുന്തോറും മഞ്ഞ് ഇങ്ങനെ ഉണ്ടാവും. ഞാനിപ്പോൾ ജസ്റ്റ് ഇതേ അവിടെ നിന്ന്, അതാണ് നമ്മളുടെ ടെൻറ്റ് കേട്ടോ. അവിടെ നിന്ന് ഇതേ താഴത്തേക്ക് നമ്മൾ രാവിലെ വന്ന വഴി കൂടി ഇങ്ങനെ നടക്കണതാണ്. അപ്പോൾ നമ്മളുള്ളത് കേദാർകന്ദ ട്രക്കിങ്ങിലാണ്. നമ്മളിപ്പോൾ ജുദാക്ക തലാബ് എന്ന് പറഞ്ഞ സ്ഥലത്തെത്തി. ഇത് കഴിഞ്ഞിട്ട് അടുത്തുണ്ട്, അടുത്തൊരു പ്രദേശമുണ്ട് ജുദാക്ക തലാബ് എന്ന് പറഞ്ഞാൽ. ഇവിടെ ഒരു ഫ്രോസൺ ലേക്ക് ഉണ്ട്. നമ്മൾ അവിടെയും വരെ എത്തിയിട്ടില്ല. ഇവിടെ നിന്ന് കുറച്ചും കൂടെ ദൂരം യാത്ര ചെയ്ത് കഴിഞ്ഞാൽ ഫ്രോസൺ ലേക്കാണ്. അപ്പോൾ ഇത് ഉത്തരകാശി ഡിസ്ട്രിക്റ്റിലാണ്. ഉത്തരാഖണ്ഡിൽ ഉത്തരകാശി ഡിസ്ട്രിക്റ്റിൽ സാംഗ്രി എന്ന് പറഞ്ഞ വില്ലേജിൽ നിന്നാണ് ഈ ട്രക്കിങ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഏകദേശം 5500, ഞാൻ നേരത്തെ വീഡിയോയിൽ പറഞ്ഞിരുന്നു, എന്നാലും ഒന്നും കൂടെ 5500 ഡെറാഡൂൺ ടു ഡെറാഡൂൺ ട്രക്കിംഗ് പാക്കേജ്, ഫുൾ പാക്കേജ് അടക്കമാണ് കൊടുത്തേക്കുന്നത്. അതിൽ ഡെറാഡൂണിൽ നിന്ന് നമ്മൾ തിരിച്ച് ഇവിടം വരെ സാംഗ്രി വരെ വന്നു കഴിഞ്ഞാൽ സാംഗ്രിയിൽ നിന്ന് നൈറ്റ് തുടങ്ങിയാണ് അവരുടെ പാക്കേജ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അല്ലാതെ അവിടെ നിന്ന് പാക്കേജ് മീൻസ് ഫുഡ് കാര്യങ്ങളെല്ലാം കേട്ടോ. അവർ ട്രാവലർ കണ്ടില്ലേ, ടെമ്പോ ട്രാവലറിന് കൊണ്ടുപോയപ്പോൾ ആ എക്സ്പെൻസൊക്കെ അവർ തന്നെ. പക്ഷേ ഫുഡ് കാര്യങ്ങളൊക്കെ അവിടെ നിന്ന് പുറപ്പെടുമ്പോൾ രാവിലെ ഉച്ചക്കും വൈകിട്ടും ഒക്കെ ഉള്ള ചായയും അതൊക്കെ നമ്മൾ തന്നെ നോക്കണം. നല്ല മഴ വരുന്നുണ്ട്. അത്യാവശ്യം ചെറിയ മഴയാണെങ്കിൽ പോലും ഇവിടെ അത്ര സുരക്ഷിതമല്ല.
കണ്ടോ, ഇതിൽ കാണാൻ കഴിയില്ല, ചെറിയ മഴയാണ്. അപ്പോൾ ഞാനും ശ്യാമും ഇവിടെ ഒരു മരത്തിൻ്റെ ചോട്ടിൽ നിൽക്കുന്നതാണ്. അത്യാവശ്യം നല്ല മഴയല്ല, ഇനി സ്നോഫോൾ വരാനുള്ള സാധ്യതയുണ്ട് മുകളിലായാലും എവിടെയായാലും. അപ്പോൾ പെട്ടെന്നൊന്ന് ടെൻറ്റിലെത്തണം എന്ന് വിചാരിച്ചാണ് ഇവിടെ കയറിയിരിക്കുന്നതാണ്. ഞങ്ങൾ മുന്നോട്ട് ചെയ്യട്ടെ. ഞങ്ങളിത് ഇവിടെ ക്യാമ്പ് ഫയർ നടത്തുന്നതാണ് കേട്ടോ, ചെറിയ രീതിക്ക്. ഇവർ മുംബൈയിൽ നിന്നുള്ളവരാണ് കേട്ടോ, നമ്മൾ നേരത്തെ പരിചയപ്പെട്ടിരുന്നു. ഒരു ചെറിയ ക്യാമ്പ് ഫയർ ഓർഗനൈസർ ഇങ്ങനെയൊക്കെ ഉണ്ട്. അതായത് റെയിൻ ഇപ്പോൾ പോയി. കുറച്ച് മുമ്പ് നല്ല മഴ വരാനുള്ള സാധ്യതയുണ്ടായി, ചെറുതായിട്ട് പൊടിഞ്ഞു. ഞങ്ങൾ തൊട്ടപ്പുറം നിൽക്കണമായിരുന്നു, പെട്ടെന്ന് തന്നെ ക്യാമ്പിലേക്ക് ഓടിക്കയറി. പക്ഷെ അപ്പോഴേക്കും മഴ പോയി, വേറെ ബുദ്ധിമുട്ടൊന്നും ഉണ്ടായില്ല. പക്ഷെ വേറെ എവിടെയെങ്കിലും ഈ മഴയുടെ ഒരു ലക്ഷണം എന്ന് പറഞ്ഞാൽ വേറെ എവിടെയെങ്കിലും മഴയോ മഞ്ഞുവീഴ്ചയും ഉണ്ടായിക്കൊണ്ടിരിക്കുന്നുണ്ട്. അതാണ് ഇതിൻ്റെ ഒരു. ഇവിടെ ഏതായാലും ഇല്ല, ഇവിടെ കുഴപ്പമില്ലാത്തൊരു ക്ലൈമറ്റാണ്. തണുപ്പ് നന്നായിട്ടുണ്ട്, അതാണ് ഇങ്ങനെ തീ കായണത്.